സാധാരണ 50ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന 5000-ൽ പരം ഡെലിഗേറ്റുകൾ നേരിട്ട് സംഗമിക്കുന്ന ഒരു ആയുർവേദ മാമാങ്കമായിട്ട് തന്നെയാണ് ഈ പരിപാടി അറിയപ്പെടാറുള്ളത്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ട് നടക്കുകയാണ്. അപ്പം പണ്ട് ഉണ്ടായിരുന്ന ഈ 100-ൽ പരം പ്രദർശനശാലകൾ അല്ലെങ്കിൽ ബിസിനസ് മീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ഓൺലൈനായിട്ട് എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാകുന്നത്? വൈഷ്ണവി ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ് നമ്മോട് പലരും ആദ്യം ചോദിച്ചത്. ഒരുപക്ഷെ ആർക്കും ആദ്യം നമ്മൾ ഈ ഒരു വെർച്വൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ സമയത്ത് പലർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ഏറ്റവും വലിയൊരു അന്താരാഷ്ട്ര സമ്മേളനം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ട് അത് മാറ്റിവെക്കേണ്ടി വന്ന സമയത്ത്, അതിന് വെർച്വലായിട്ട് നടത്തുന്ന സമയത്ത് എല്ലാവരും ഒരു മനസ്സിലൊരു നിരാശയായി. കാരണം 10-60 രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാർ പങ്കെടുത്തൊരു സമ്മേളനം, അത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വരാൻ പോകുന്നൊരു സമ്മേളനം, മറ്റു പല അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ഇതിനോട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും, എല്ലാ അക്കാഡമിക് സ്ഥാപനങ്ങളും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പങ്കെടുക്കുന്ന വലിയ നേരത്തെ പറഞ്ഞ മാമാങ്കം എന്നല്ല, വലിയൊരു ഫെസ്റ്റിവൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഗ്ലോബൽ ആയുർവേദ കോൺഗ്രസ് എന്നോ ഗ്ലോബൽ ആയുർവേദ സെമിനാറൊന്നുമല്ല നമ്മൾ വിളിച്ചത്. നമ്മളതിനെ ഒരു ഫെസ്റ്റിവൽ, ഒരു ആഘോഷം എന്ന രീതിയിലാണ് നമ്മളതിനെ കണ്ടിരുന്നത്. ആഘോഷം എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ചോദിക്കുന്നത് എന്തിനാ ഫെസ്റ്റിവൽ എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം, അമ്പലങ്ങളൊക്കെ ഉത്സവങ്ങൾ നടത്താം. ഉത്സവങ്ങൾ എന്തിനാണ് നടത്തുന്നത്? ഉത്സവം നടത്തിയതുകൊണ്ട് എന്താ ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ ഉത്സവങ്ങൾ നടത്തുന്നത് അവിടുത്തെ മൂർത്തിയുടെ പല ഉത്സവത്തിനോടനുബന്ധിച്ച് എല്ലാവരും ഒത്തുകൂടും. അതേസമയത്ത് അവിടെ പല പ്രത്യേകിച്ചുള്ള പൂജകൾ നടക്കാറുണ്ട്. ആ പൂജകൾ നടക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന മൂർത്തിയുടെ ശക്തി കൂടുന്നു എന്നാണ് വിശ്വാസം. അപ്പം അതേപോലെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് പല കമ്പണൻസ് ഉണ്ട്. അതിനകത്ത് സെമിനാറുകളുണ്ട്, എക്സിബിഷനുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് മീറ്റുകളുണ്ട്, കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, മറ്റ് പല മേഖലയിലുള്ള ആൾക്കാർ ആയുർവേദത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമ്മേളനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു സന്തോഷവും അല്ലെങ്കിൽ അത് ഒരു ബന്ധങ്ങളും ഇതിൽ ഡിജിറ്റലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഒരു നിരാശയുണ്ടായിരുന്നു. പക്ഷേ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് ഇതല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ. അതേസമയത്ത് നമുക്ക് ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അതിനുള്ള ശ്രമമാണ് നമ്മളെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം, ഫിക്കി എന്ന് പറയുന്ന സംഘടനയുടെ പ്ലാറ്റ്ഫോം നമ്മൾ ഇതിനകത്ത് ഹയർ ചെയ്തു. യാതൊരു ടെക്നിക്കൽ ഹിച്ചസും ഇല്ലാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സ്റ്റോള് കാണുമ്പോൾ ഒരു സ്റ്റോളിനകത്ത് കയറി നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന അതേ പ്രതീതി നമുക്ക് ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. നമ്മളെ ഈ കോൺഫറൻസിൻ്റെ വെർച്വൽ സ്റ്റോൾസുകളിലൊക്കെ നമുക്ക് കയറുകയാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റോൾ കാണുന്നു, നമ്മളവിടെ എത്തുന്നില്ലെന്ന്. പക്ഷേ നമ്മളെ കമ്പ്യൂട്ടറിലൂടെ അതിനകത്ത് എത്തുന്നു. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നു. അവരുടെ ബ്രോഷേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏകദേശം 10-200ഓളം ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അഥവാ നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കണം, നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അവരെ നേരിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ, ടോക്ക് ടു എ കസ്റ്റമർ, നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പരസ്പരം അടുത്തിരിക്കുന്നില്ല എന്നുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദൂരെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സ്റ്റാളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അതെല്ലാം തന്നെ നമുക്കിവിടെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുടങ്ങിയ സമയത്തുള്ള ആശങ്കകളൊക്കെ തന്നെ തുടങ്ങിയതിന് ശേഷം പലയിടത്തുനിന്നും മാറി ചെയ്യും. പക്ഷേ ഞങ്ങൾ വളരെ പേടിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം 6000-ലധികം ഡെലിഗേറ്റ്സുകൾ, ഏകദേശം 200ഓളം സ്റ്റോളുകൾ, ഏകദേശം 200-250 ഇൻവൈറ്റഡ് സ്പീക്കേഴ്സ്. തുടങ്ങുന്ന ദിവസം ഞാൻ പലയിടത്തും പറയാറുണ്ട്, തുടങ്ങുന്ന നിമിഷം ഏകദേശം 10-400 കോളെങ്കിലും നമ്മളെ ഫോണുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പലതും ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം പലർക്കും ഈ ടെക്നോളജി അറിയില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ 1-2-3 കോൾ ഒഴിച്ച് ഒന്നും വന്നില്ല. അത്രമാത്രം നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. നമ്മളുടെ ഡെലിഗേറ്റ്സിനെ ഇൻഫോം ചെയ്തിരുന്നു, എക്സിബിറ്റേഴ്സിനെ ഇൻഫോം ചെയ്തിരുന്നു. അവർക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അവർക്ക് വേണ്ടി നേരത്തെ തന്നെ സൂം മീറ്റിംഗ്സ് ഒക്കെ നടത്തി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോൾ സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ ഈ അടുത്തിടയ്ക്ക് മറ്റൊരു കോൺഫറൻസിനെ കുറിച്ച് ഈ ഫിക്കി തന്നെ ഇരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, അവർ ജാപ്പനീസ് ഡെലിഗേഷൻസുമായിട്ടുള്ള ഇതുപോലത്തെ ചെറിയൊരു കോൺഫറൻസ് നടക്കുകയായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട്.
ഇപ്പോൾ അവർ ഇപ്പോൾ ഈ ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ചെയ്ത് ഓൺലൈൻ റിയൽ ടൈമിൽ ട്രാൻസ്ലേഷൻ കിട്ടും. അവർ ജാപ്പനീസ് സംസാരിക്കുന്നു, ആ സമയത്ത് തന്നെ അവിടെ ട്രാൻസ്ലേറ്റർ ഇരുന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ കൂടി സാധ്യമാകുന്ന രീതിയിൽ നമ്മൾ ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം നമ്മുടെ ഒരു എല്ലാവരും ഒത്തുകൂടുന്ന ഇത്രയും വലിയ സമ്മേളനങ്ങൾക്ക് ചിലപ്പം സാധ്യത ഒരുപക്ഷെ ചിലപ്പം കുറയുമായിരിക്കും. കാരണം ഇത് നമുക്ക് ഗുണവുമുണ്ട്, ഈ പറഞ്ഞ പോലെ ചില എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, പരസ്പരം കണ്ടുമുട്ടാൻ സാധിക്കുന്നില്ല, കൂട്ടുകാരെ കണ്ടുകിട്ടാൻ സാധിക്കുന്നില്ല, ആശയവിനിമയത്തിന് കുറച്ച് പരിമിതികളുണ്ട്. എങ്കിൽ തന്നെയും ഇന്നിപ്പോഴേ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജർമ്മനിയിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്, ഓ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പല ആൾക്കാരെ കാണുകയാണ്. ഏകദേശം എനിക്കൊന്ന് പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച് ലൈവായിട്ട് ഏകദേശം 3000-ഓളം ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏകദേശം 38 ലക്ഷം ആൾക്കാർ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ റീച്ച് എന്ന് പറയുന്നത്, നമ്മളൊരു നേരത്തെ ഞാൻ സൂചിപ്പിച്ച 3ാമത്തെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന് 4500 ഡെലിഗേറ്റ്സ് വന്നു. അത്രയും പേരിലേ എത്തുന്നുള്ളൂ. പക്ഷേ ഇത് അതല്ല, എത്രയോ പേരിലേക്ക് ഇതിനകത്ത് പോകാൻ സാധിക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആൾക്കാർക്ക് എക്സിബിഷൻ വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിമിതികൾ ഉണ്ടെങ്കിൽ തന്നെയും ഓപ്പർച്യൂണിറ്റീസും അതേപോലെ ഉണ്ട്. ഒരു ഡിജിറ്റൽ ഇവൻ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനിയൊരു ഒരാൾ കോൺഫറൻസ് നടത്തുന്ന സമയത്ത് ആയുർവേദത്തിലോ മറ്റേത് ശാസ്ത്രശാഖയിലോ നടത്തിക്കോട്ടെ, അത് ഗ്ലോബൽ ആയുർവേദത്തിനെ കമ്പയർ ചെയ്തതിന് നടക്കും. ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു 5 വേദികളിലെ നമുക്ക് നമ്മളൊരു ടെൻഷനോടായിരുന്ന സമയമായിരുന്നു രണ്ടാമത്തെ ദിവസം 9 മണിക്ക്. അന്ന് 5 വേദികളിൽ ഒരേ സമയത്ത് സെമിനാർ സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസമാണ്. അവിടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ഇനി പ്രയാസമായിരിക്കും. ഒരു പ്രയാസവും ഇല്ലാതെ 9 മണിക്ക് 5 വേദികളിലും നമ്മുടെ സെമിനാർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. കൃത്യമായി 1 മണിയായപ്പോൾ ആ സെഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് കോൺഫിഡൻസ് ആയി. നമുക്ക് വളരെ കാര്യമായിട്ട് കഴിഞ്ഞ 5 ദിവസമായിട്ട് 4 ദിവസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3 ദിവസം കൂടി ബാക്കിയുണ്ട്. സാറ് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഇത് വളരെ ബൃഹത്തായ ഒരു പ്ലാനിങ് ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ സംഘാടനത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവല് പറഞ്ഞ പോലെ വലിയ അതിബൃഹത്തായ ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ അതിബൃഹത്തായ ഒരു മുന്നൊരുക്കങ്ങളും ഇതിന് ആവശ്യമുണ്ട്. ഏകദേശം 30ഓളം ആയുർവേദ സംഘടനകൾ ഇന്ത്യയിൽ നിന്ന് ഇതിൻ്റെ ഭാഗമാണ്. ഏകദേശം 14ഓളം വിദേശ സംഘടനകൾ, ആയുർവേദ സംഘടനകൾ ഇതിൻ്റെ ഭാഗമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഗവൺമെൻറ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഫാർമക്സിൽ, CSIR, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ, CCIM, സെൻട്രൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ്റേതര സംഘടനകളുടെയും എല്ലാം കൂടിയുള്ള വലിയൊരു കൂട്ടായ്മയാണ് ഈ ഒരു പ്രസ്ഥാനത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സംഘടന മാത്രമല്ല, ഫിക്കി എന്നുള്ളത് ഒരു സംഘടന ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഈ രംഗത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും ഇതിൻ്റെ ഭാഗമാണ്. ആയുർവേദ രംഗത്ത് നോക്കുകയാണെങ്കിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ആയുർവേദ സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ അസോസിയേഷൻ, ആയുർവേദ ഡ്രഗ് മാനുഫാക്ചറിങ് അസോസിയേഷൻ. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും GAFൻ്റെ ഭാഗമാണ്, ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ്. സെൻറ്റർ ഫോർ ഇന്നൊവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്നറിയപ്പെടുന്ന സിസ എന്ന് പറയുന്ന NGO ആണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 200ഓളം സംഘാടക സമിതി അംഗങ്ങൾ വിവിധ കമ്മിറ്റികളിലായിട്ട് ഇതിനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ അതിവിപുലമായ ഒരു അഡ്വൈസറി ബോഡിയുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാന ഇത്തവണ നമുക്ക് സംഭവിച്ച ഒരു വളരെ നല്ലൊരു കാര്യമെന്ന് പറയുന്നത്, കേന്ദ്രമന്ത്രി V. മുരളീധരനാണ് ഈ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ട് ഇരിക്കാൻ തയ്യാറായത്. പലപ്പോഴും നമ്മൾ ആയുർവേദക്കാർ മാത്രമാണ് ഈ സംഘാടക സമിതിയുടെ ചെയർമാനൊക്കെ ആവുന്നത്. പേരിനായിട്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ വയ്ക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ആവശ്യമായിട്ട് V. മുരളീധരൻ മിനിസ്റ്റർ നമ്മൾ കാണുന്ന സമയത്ത് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം, നമ്മൾ വെറുതെ ഒന്ന് ചോദിച്ചാണ് മിനിസ്റ്റർക്ക് എൻ്റെ ചെയർമാൻ ആവാമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതെന്താ അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു ആശങ്കയായിരുന്നു, മിനിസ്റ്ററെ ചെയർമാനായി ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് സംഘാടക സമിതി മുന്നോട്ട് പോകുക എന്നുള്ളത്. പക്ഷേ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ അദ്ദേഹം നമ്മളോട് നിന്നു. ഇതിൻ്റെ ഓരോ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്ററെ കൊണ്ടുവരുന്നതിൽ അതിന് വളരെ കാര്യമായ അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു.
ഈ ഇതിൻ്റെ ഓരോ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെയും പിന്തുണ നേടുന്നതിൽ അദ്ദേഹം നമ്മളെ സഹായിച്ചു. ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് കാര്യമ്പോഴേ നേരത്തെ ഞാൻ സൂചിപ്പിക്കുമല്ലേ, സർക്കാരുകളുടെ നയങ്ങൾ മാറുന്നത് അനുസരിച്ചാണ് പലപ്പോഴും ഭരണചക്രവും മറ്റു പല കാര്യങ്ങളും ചലിക്കുന്നത്. അത് മാറിയില്ലെങ്കിൽ നമ്മൾ എത്ര എഫർട്ട് എടുത്താലും നമുക്ക് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ചെറിയ കാര്യം, അദ്ദേഹം ചെയ്ത ഒരു ചെറിയ കാര്യം ആയുർവേദ രംഗത്ത് എത്രമാത്രം മാറ്റം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഈ സംഘാടനത്തിൻ്റെ ഇടയിലാണ് നമുക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ മെഡിക്കൽ വിസ എന്ന് പറയുന്ന ഒരു കാര്യം ആയുർവേദത്തിനും അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വളരെ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതായത് ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്ക് വരുന്ന ആയുർവേദ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് മെഡിക്കൽ വിസ ലഭ്യമാക്കാനുള്ള അനുവദിച്ചിരുന്നു. പക്ഷേ ആയുർവേദത്തിന് ഒരു ചികിത്സാ സമ്പ്രദായമായി ഒരു എംബസികളും കണക്കാക്കിയിരുന്നില്ല. അവരൊക്കെ ഇതൊരു വെൽനസ് ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ വെൽനസ് ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ട് കണ്ടതുകൊണ്ട് പലപ്പോഴും ഈ മെഡിക്കൽ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യുക. ആരും മെഡിക്കൽ വിസയിൽ ഇന്ത്യയിലെ ചികിത്സയ്ക്ക് വരാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ. നമ്മുടെ സംഘടനാ സമിതി ചെയർമാനായതിനു ശേഷം നമ്മുടെ പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഇതിൻ്റെ കാര്യം ബോധ്യപ്പെടുകയും അദ്ദേഹം എല്ലാ എംബസികൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നവർക്ക് മെഡിക്കൽ വിസ ലഭ്യമാക്കണം, അതിനകത്ത് തടസ്സങ്ങളുണ്ടാക്കണം. ഇന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾക്ക് തന്നെ മെഡിക്കൽ വിസയുമായി ഈ കോവിഡ് കാലത്തും ആൾക്കാർ ചികിത്സയ്ക്ക് എത്തി തുടങ്ങി. അപ്പോൾ അത് എത്രമാത്രം മാറ്റമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, അതായത് ചെറിയൊരു ഹോസ്പിറ്റലാണ്, അവിടെയും വന്ന് മെഡിക്കൽ വിസയിൽ ആളുടെ ചികിത്സയ്ക്ക് വലിയ സാമ്പത്തികമായിട്ട് വലിയ നേട്ടമാണ് അവർക്ക് അതുകൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും മാറ്റം ഉണ്ടാകുന്ന സമയത്ത് സർക്കാരിൻ്റെ 2 ഡിപ്പാർട്ട്മെൻറ്റ്, അത് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റും വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടായ ചെറിയൊരു മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഈ സംഘടനാ സമിതി ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ റോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിക്കുന്നത് സിസയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ GG ഗംഗാധരനാണ്. അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ആചാര്യനാണ്. MS രാമയ്യ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 200-ലധികം കിടക്കകളുള്ള ഒരു ആശുപത്രിയുടെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹവും ഇതിൻ്റെ വളരെ കാര്യമായ ഒരു നേതൃത്വം ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട്. പിന്നെ പേരുകൾ ധാരാളം പറയുന്നത് കോട്ടയ്ക്കലിലെ ശ്രീ മാധവൻകുട്ടി വാര്യർ സർ, അദ്ദേഹം ഇതിൻ്റെ വർക്കിംഗ് ചെയർമാനാണ്. ഒരു വലിയ കമ്മിറ്റി ഡോക്ടർ ത്രിവേണിയിലെ ഡോക്ടർ സുരേഷ് കുമാർ, ഡോക്ടർ വേണു, ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ ജയൻ, ഇങ്ങനെ ധാരാളം ആൾക്കാർ ഇതിനകത്ത് രാപ്പകൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് കഴിഞ്ഞ ഒരു പക്ഷേ പറഞ്ഞാൽ 6 മാസം ഈ വെർച്വൽ കോൺഫറൻസിന് വേണ്ടി, അതിനു മുമ്പ് ഏകദേശം 1 വർഷക്കാലം നമ്മൾ ഫിസിക്കൽ കോൺഫറൻസിന് വേണ്ടി വർക്ക് ചെയ്തതിൻ്റെ തുടർച്ചയായി 6 മാസക്കാലം വർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചത്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെയും പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല കോളേജുകളും, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് പങ്കജശ്രീ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇതിൻ്റെ ഡെലിഗേറ്റ്സ് ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. മാത്രമല്ല ഇന്നിപ്പോൾ അതിൻ്റെ ഫോട്ടോകൾ ഞാൻ കാണുകയുണ്ടായി. അവരുടെ ക്ലാസ് റൂം മുറികളിൽ ഇതിൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് കുട്ടികൾ മൊത്തത്തിലിരുന്നിട്ട് ഇത് കാണുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ അക്കാഡമിക്കായിട്ട് നടക്കുന്ന ഈ വലിയൊരു ഫെസ്റ്റിവലിനെ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യയിലെ പല കോളേജുകളും ഇതിൻ്റെ മുഴുവൻ സ്റ്റുഡൻസിനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇതൊരു വലിയൊരു ഇതാണ്. കാരണം അതിന് ഈ ഡിജിറ്റൽ കോൺഫറൻസാണ്, ഇപ്പോൾ വെബിനേഴ്സ് കൊണ്ട് ആൾക്കാർ മടുത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ എന്നാലും ഇത്രയും ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതിന് ഇന്ത്യയിലെ മുഴുവൻ കോളേജുകളിലും അല്ലെങ്കിൽ അക്കാഡമിക്സ് നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആയുർവേദത്തിൻ്റെ മാത്രം പേപ്പറിലാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന CSIR പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ, മുൻകിട ഗവേഷണ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേപ്പേഴ്സ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇത്തവണത്തെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൽ ലഭിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ എല്ലാവരുടെയും സഹകരണം, ഏകദേശം 50-60ഓളം സംഘടനകളുടെ സഹായം, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളുടെയും സഹായം, ഇങ്ങനെയുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ. ഈ പരിപാടിയിൽ ആയുഷ് മന്ത്രാലയത്തിൻ്റെ പങ്ക് എത്രമാത്രമുണ്ട്? ആയുഷ് മന്ത്രാലയം ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ ഒരു പാർട്ടാണ്, അവരൊരു പാർട്ട്ണറാണ്. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിനെയും അവൻ്റെ സാമ്പത്തികവും അല്ലാതായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. ആയുഷ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരും ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ സെഷൻസുകളിൽ പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് മാറ്റം വരുന്ന സമയത്ത് വലിയ മാറ്റമാണ്
അതിന് താഴെക്കിടയിലേക്ക് സംഭവിക്കുക. ഞാൻ 2002 വേൾഡ് ആയുർവേദ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് അന്ന് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. അതായത് വ്യക്തിപരമായിട്ട് ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു, അതിൻ്റെ ചീഫ് കോർഡിനേറ്ററായിരുന്നു. അന്ന് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്നായിരുന്നു അറിയപ്പെടുന്നത്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് വന്നിട്ടില്ലേ. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മയില്ല, അന്ന് 85 കോടി രൂപയാണ് ആ ഒരു സെക്ടറിന് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള വിഹിതം. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിലെ നിർമ്മലാ സീതാരാമൻ യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് 2970 കോടി രൂപ. 85 കോടിയിൽ നിന്ന് 2970 കോടി രൂപയിലേക്ക് ഈ ആയുഷ് മിനിസ്ട്രിയുടെ ആ സെക്ടറിൻ്റെ ബഡ്ജറ്റ് മാറി. അപ്പോഴേ ഇത് ഈ ഞാൻ പറയുന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് ആയുഷിൻ്റെ സപ്പോർട്ട് മാത്രമല്ല, ആയുർവേദ സെക്ടറിനുള്ള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആയുഷ് മിനിസ്ട്രിയുടെ സപ്പോർട്ടിൻ്റെ കൂടെ ഈ വളർച്ചയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എംഫസിസിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വലിയൊരു മാറ്റം ഈ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ആയുഷ് മിനിസ്ട്രി എന്നും ഫസ്റ്റ് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലോട്ട് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിരുന്നു. അവരുടെ പൂർണ്ണമായ ഒരു സഹകരണം നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അത് മിനിസ്ട്രിയുടെ മാത്രമല്ല, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇതിൻ്റെ പേറ്റനാണ്, ഇവിടുത്തെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പാർട്ടാണ്. പൂർണ്ണമായ സഹകരണം ഈ സർക്കാർ ഈ ഒരു ഫെസ്റ്റിന് വേണ്ടി നൽകിയിട്ടുണ്ട്.